തൃശൂരിലെ തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമെന്ന് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്. കരുവന്നൂർ ഉൾപ്പെടെയുള്ള പല വിഷയങ്ങൾ തോൽവിക്ക് ഇടയാക്കി. കേരളത്തിൽ ആകെ ഇടതുമുന്നണിക്ക് എതിരായാണ് ജനവിധി. തൃശൂരിലെ തോൽവിയെക്കുറിച്ച് CPM-ഉം CPI-യും ആഭ്യന്തര അന്വേഷണം നടത്തുമെന്നും KK വത്സരാജ് പറഞ്ഞു. തൃശൂരിലെ കനത്ത തോൽവിക്ക് പിന്നിൽ ഭരണവിരുദ്ധ വികാരമെന്നാണ് CPI-യുടെ വിലയിരുത്തൽ. കേരളത്തിൽ ആകെ ഇടതുമുന്നണിക്കെതിരായാണ് ജനവിധി. തൃശൂരിൽ LDF വിജയിക്കുമെന്നായിരുന്നു വിശ്വാസം. എന്നാൽ പ്രതീക്ഷിച്ച വോട്ട് ലഭിച്ചില്ലെന്നും CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് പറഞ്ഞു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പടക്കം തോൽവിക്കിടയാക്കി. കരുവന്നൂരിനെ നിസാരമായി കാണുന്നില്ലെന്നും വത്സരാജ് പ്രതികരിച്ചു. കരുവന്നൂർ വിഷയം ഉൾപ്പെടെയുള്ള മറ്റു പല കാര്യങ്ങൾ ഇതിനകത്ത് സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാവും തന്നെയാണ് വരുന്നത്. അതിന് ഞാൻ പറഞ്ഞല്ലോ, വളരെ വിശദമായ ഒരു പരിശോധന നടത്തിയാലാണ് നമുക്ക് എങ്ങനെയാണ്, എവിടെയാണ്, എന്തൊക്കെ ഘടകങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുള്ളത് എന്നുള്ളത് അറിയാൻ വേണ്ടി കഴിയുക. അതുൾപ്പെടെ ഉണ്ടാവും. പക്ഷെ കരുവന്നൂരിന് അങ്ങനെ നിസ്സാരമായിട്ടല്ല എടുത്തിരിക്കുന്നത്. കരുവന്നൂരിൽ നമ്മുടെ കേരള ഗവൺമെന്റ് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. ആ കമ്മിറ്റി അതിനകത്ത് നല്ലതുപോലെ ഇടപെടുകയും 110 കോടിയോളം രൂപ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചു. അത്തരത്തിൽ വളരെ ശക്തമായ നടപടി തന്നെയാണ് കേരള ഗവൺമെന്റ് സ്വീകരിച്ചത്. തൃശൂരിലെ തോൽവി പരിശോധിക്കും. CPI-യും CPM-ഉം തോൽവിയിൽ ആഭ്യന്തര അന്വേഷണം നടത്തും. LDF-ഉം BJP-യുമായി ഡീൽ നടത്തിയെന്ന് പറയുന്ന കോൺഗ്രസിന്റെ വോട്ട് എവിടെ പോയി എന്നും KK വത്സരാജ് ചോദിച്ചു. തൃശൂരിലെ തോൽവിക്ക് പിന്നാലെ ഇടതുമുന്നണിയിൽ ഭിന്നത രൂക്ഷമാണ്. വിഷയത്തിൽ സംയുക്ത അന്വേഷണം വേണമെന്ന നിലപാടിലാണ് CPI. ജനം, തൃശൂർ.